അതെങ്ങനെയാണോ എന്തോ ഞാൻ എപ്പോ ബസ് ബുക്ക് ചെയ്താലും ഡിലേ ആവും. 11:45 ബസ്. ഞാനൊരു 11:30 ആയപ്പോ, പക്ഷെ ബസ് വന്നത് 12:45. ഞാൻ ഇറങ്ങിയ പടെ കാണുന്നത് ദേശാഭിമാനിന്റെ ക്യാൻറ്റീനാണ്. പിന്നെ നേരെ അങ്ങോട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും എന്റെ ചെറിയച്ഛൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. പിന്നെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വാമപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയി. തലേ ദിവസം ത്രോ ചെയ്തപ്പം വരെ എല്ലാം ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഡേ എണീച്ച് സെറ്റ് ആയിട്ട് കോമ്പറ്റീഷന് പോയി. ചെറിയച്ഛൻ തന്നെയാണ് എന്നെ ഗ്രൗണ്ടിൽ കൊണ്ടുവിട്ടത്. പോണ വഴി ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ ഗ്രൗണ്ടിലെത്തി വാമപ്പ് ഒക്കെ ചെയ്ത് ത്രോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം പാർട്ടിസിപ്പൻസിന്റെ എണ്ണം ലേശം കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് ട്രയൽ ത്രോ ചെയ്തപ്പം വരെ സംഭവം സെറ്റ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ത്രോ സ്റ്റാർട്ട് ചെയ്തു. അത് കേജിലടിച്ചു. എന്നാലും സെക്കൻഡ് ത്രോ പൊളിക്കാം. സെക്കൻഡ് ത്രോയും നല്ല വൃത്തിയായിട്ട് പാടി. ഇനി ബെസ്റ്റ് സ്റ്റേറ്റിൽ വരണമെങ്കിൽ മൂന്നാമത്തെ ത്രോ നല്ലപോലെ ചെയ്യും. ഓക്കെ, സേഫ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ടേൺ ചെയ്തു. അതും അടപടലം. സോ ഗൈസ്, സ്റ്റേറ്റ് മീറ്റ് വന്നു. സ്റ്റേറ്റ് മീറ്റ് ചെയ്തു. സ്റ്റേറ്റ് മീറ്റ് എന്തായാലും നല്ല രീതിക്ക് 3G ആയിട്ട് വലിയ കാര്യമായിട്ട് എറിഞ്ഞൊന്നും ഇല്ല. എന്നാലും ബോഡിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇതിപ്പോ ഒരു സ്ഥലത്ത് സമാധാനത്തെ ഇരിക്കാനും പറ്റുന്നില്ല. കിടന്നങ്ങ് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് എറിയാത്തതിൽ നല്ല വിഷമുണ്ട്. ഡിപ്രഷൻ ആണ്. റൂമിൽ ഇരിക്കപ്പുറത്തില്ല, കിടക്കപ്പുറത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങി ഓടിയാലോന്ന്. പക്ഷേ തിരുവനന്തപുരത്തൂടെ രാത്രി ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും പട്ടികടി കൊള്ളേണ്ടി വരും. ഇനി പട്ടികടിയും കൂടി കൊള്ളാൻ വയ്യാത്തോണ്ട് ഞാൻ ആ പരിപാടി വേണ്ട. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. നേരെ പുഷപ്പ് അടിക്കാൻ തുടങ്ങി കേട്ടോ. മൈൻഡ് എങ്ങനെയും ഒന്ന് ഡിസ്ട്രാക്ട് ആക്കണമായിരുന്നു. 19 പുഷപ്പ് അടിച്ചു. പിന്നെ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയത് ഷാഡോ ഫൈറ്റ്. അങ്ങനെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴുള്ള മൈൻഡ് സെറ്റിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നിട്ടു. എന്തൊക്കെയാണെങ്കിലും കുറച്ച് നേരത്തേക്ക് എന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാം. എന്റെ വിഷമം ഞാൻ ഇടിച്ചത് നേരെ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചപ്പോൾ കുറച്ച് ആശ്വാസമായി. ശരി എന്നാ.